ബസ്സിൽ നിന്നും തിരക്കിന്റെ ഇടയിൽ നിന്നാണ് കണ്ടക്ടർ തെരഞ്ഞെടുക്കുകയാണ് ₹1, 5 രൂപേൻ്റെ ഇതൊക്കെ ഉണ്ടായാലും ₹1 എടുത്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ ക്ലീനറുടെ കയ്യിൽ പുറത്ത് കയറിയാൻ വേണ്ടി പറയാണ്. മക്കാമത്തിനൊന്ന് നോക്കിയിട്ട് എറിയാൻ. ആ ഒറ്റ ₹1 എറിഞ്ഞാൽ എന്താ സംഭവിക്കുക സഹോദരങ്ങളെ? ഒന്ന് സംഭവിക്കാൻ പോകണം. എന്താ വെച്ചാൽ ഇതാ 100 കണക്കിന് ആളുകൾ വെച്ച് ഓടുന്ന വാഹനം, 1000 രൂപ കലശൻ കിട്ടുന്ന വാഹനം, കലശൻ വർദ്ധിക്കും. അടുത്ത ഒരു വളവുന്ന് ഒരു വാഹനം തെറ്റായി വന്നാലും അപകടം സംഭവിക്കൂല. അപകടം സംഭവിച്ചാലും ആളപായം സംഭവിക്കൂല. അങ്ങനെ എന്തൊക്കെ കാവലാണെന്നല്ലെങ്കിൽ ഈ ₹1 കൊണ്ട് അതൊക്കെ ചെയ്യേണ്ടത് ആരാണ് സഹോദരങ്ങൾ ചെയ്യുന്നത്? എല്ലാ പള്ളിന്റെ മുന്നുക്ക് കയറിയില്ലല്ലോ. എല്ലാ പള്ളിന്റെ മുന്നുക്ക് കയറിയോ? ഓണ ബസ്സിന്റെ സ്ഥലത്ത് എത്ര വലിയ വലിയ പള്ളികളുണ്ട്. എറിയുന്നത് പള്ളി ഉണ്ടായതുകൊണ്ടല്ലേ വരുന്നത്. പിന്നെ പള്ളിന്റെ മുമ്പിൽ അന്ന് മറവ് ചെയ്യപ്പെട്ട ഏതോ ഒരാളുടെ ഖബർ കെട്ടിപ്പൊന്തിച്ച് ഒരു പ്രത്യേക കോലത്തിലാക്കി മൂപ്പർക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞ ഖബറിന്റെ മുന്നിൽ കയറിയുള്ളൂ. അല്ലാതെ എല്ലാ പള്ളിക്കും കയറിയില്ല. അത്ര മാരകമായ നിലക്കാണ് സഹോദരങ്ങൾ ആളുകൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും മാരകമായ ഈ ശിർക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന മാതാപിതാക്കളെയും കുടുംബങ്ങളെയും ബന്ധുക്കളെയും സഹോദരങ്ങളെ നമ്മൾ ഉത്ബോധിപ്പിക്കണം, പറഞ്ഞു കൊടുക്കാൻ അമാന്തിച്ചു നിന്നാൽ ശിർക്ക് ഇവിടെ രംഗം കൈയടക്കും. കാരണം പിശാച് അത്രയും വലിയ പടയോടു കൂടെയാണ് ഇവിടെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ നിരന്തരമായി നമ്മുടെ നാടുകളിൽ കേൾക്കുന്ന ചില വിരോധാഭാസങ്ങളാണ് നമുക്കിതിൽ ഏറ്റവും അത്ഭുതകരമായി തോന്നുന്നത്. അതും കൂടെ പറയട്ടെ ഞാൻ. നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ ഇന്ന് ഏറ്റവും മോശപ്പെട്ട കോലത്തിലാണ് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലഹരിയുടെ എന്തെങ്കിലും ഒന്ന് നാവിൽ വെക്കാത്ത ഒരാളെയും കാണാൻ പറ്റൂല. രക്തം ചൂടായി നെറ്റിയും കൈകാലുകളും വിയർത്താണ് നമ്മുടെ ചെറുപ്പക്കാർ നടക്കുന്നത്. വ്യഭിചാരവും തോന്നിവാസവും വൃത്തികെട്ട ഫിലിമുകൾ കാണുന്നവരും കണ്ടുവരുന്നവരും നമ്മുടെ ചെറുപ്പക്കാരായ ആളുകളാണ്. ദീനിന്റെ ഏതെങ്കിലും ഒരു സദസ്സിൽ അങ്ങനത്തെ ഒരു 10 ചെറുപ്പക്കാരെ കാണാൻ നമ്മൾ ആഗ്രഹിച്ചു പോകാറുണ്ട്. ആകെ സന്തോഷം ഉണ്ടാകുന്ന ഒരു രംഗം, ജുമാ കഴിഞ്ഞ് തിരിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ പള്ളിയുടെ മുഖത്തെ ഫ്ലോറിൽ നിന്നും ഇറങ്ങി വരുന്ന കൂട്ടത്തിൽ അത്തരം ചെറുപ്പക്കാരെ കാണാറുണ്ട് എന്നുള്ളതാണ്. അങ്ങനത്തെ കുറച്ച് ചെറുപ്പക്കാരെ അപൂർവമായ സ്ഥലങ്ങളിൽ കാണുന്നു എന്നല്ലാതെ. എന്നിട്ട് ഈ ചെറുപ്പക്കാരിൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ 5 നേരം നിസ്കാരം തുടങ്ങി ഒരു ഖുർആൻ പരിഭാഷയൊക്കെ വാങ്ങി 2 പുസ്തകവും CD-യും കാസറ്റൊക്കെ വാങ്ങി നോക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ നാട്ടിലത്തെ പള്ളി കമ്മിറ്റിക്കാരും കാരണന്മാരും പറയും ഓൻ പേച്ചു പോയി എന്നാ പറയും. ഇന്ന് ഇതുവരെ ഇത്രയുമൊക്കെ ആയിട്ടും എങ്ങനെ പേച്ചു പോയി? ഓൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, കാണുമ്പോൾ സലാം പറയുന്നുണ്ടല്ലോ. മറ്റതോന്റെ പെരയിലൊക്കെ നീച്ചിന്ന് രാവിലെ 8 മണിക്കാണ്. ഇപ്പൊ അതാ 4 മണിക്കൂർ എഴുന്നേൽക്കണം. ഓന്റെ ഭാര്യനെയും കൂട്ടിയിട്ടാണോ ഖുർആൻ ക്ലാസ്സിന് പോണത്? അപ്പോഴാണല്ലോ പിഴച്ചത്. സഹോദരങ്ങൾ, എവിടെയാണ് ഈ പിഴവ്? നിങ്ങൾ അന്വേഷിക്കണം. എവിടെയാണ് ഈ പിഴവ്? എന്ത് അധാർമികതകൾ ചെയ്താലും അവൻ പിഴച്ചു എന്ന് 25 കൊല്ലമായി ആ നാട്ടിലെ തിന്മകൾ മുഴുവൻ കണ്ട മഹാപണ്ഡിതന്മാർ ഇതുവരെ പറഞ്ഞില്ല. ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടിട്ട് വാപ്പാനെ വിളിച്ച് ഓനെ മര്യാദക്ക് നിർത്തിക്കോളി, ഓൻ അന്നലെ രാത്രി 1 മണിക്കാണ് ഞാൻ അങ്ങാടി കണ്ടത് എന്ന് ഒരാളും വിളിച്ചു പറയുന്നില്ല. മറിച്ചോ ദീനിന്റെ രംഗത്ത് കടന്നു വരുമ്പോൾ അവിടെ പിഴച്ചതെന്താരെങ്കിൽ തൗഹീദിന്റെ വെളിച്ചം അവനിലൂടെ ആ നാട്ടിലെത്തുമെന്ന് പിശാചിന്റെ മിത്രങ്ങൾക്ക് അറിയാം. അതാ പിഴച്ചു വന്നത്. അവന്റെ കാസറ്റുകളും അവൻ കൊണ്ടുവരുന്ന പുസ്തകങ്ങളും അവൻ വരുന്ന പരിഭാഷകളും ആ നാടിന്റെ വിശ്വാസത്തെ മാറ്റും. ആ പേടികൊണ്ടാണ് അവനെ പെരേന്ന് ഇറക്കി വന്നത്. അവന്റെ മയ്യത്ത് മറയൂല എന്ന് പറയണത്, അവന്റെ വീട്ടിലേക്ക് ഞങ്ങൾ വരൂല എന്ന് പറയണത്, അവന്റെ കല്യാണത്തിന് ഞങ്ങൾ പങ്കെടുക്കും. ഇന്നത്തെ കാലത്തൊക്കെ കല്യാണം ബഹിഷ്കരിക്കുക. ആരെ കല്യാണ സഹോദരങ്ങളെ ബഹിഷ്കരിക്കുക? സിനിമാ നടിയെക്കാളും വൃത്തികെട്ട വേഷത്തോടുകൂടെ പുതിപെണ്ണിനെ കല്യാണത്തിന്റെ മണ്ഡപത്തിൽ ഇരുത്തി അവിടെ എല്ലാ നിലക്കും വൃത്തികേടോടുകൂടെ എല്ലാ പെണ്ണുങ്ങളും അഴിച്ചിട്ട് നൃത്തമാടുന്ന സംഗീതങ്ങളും പാട്ടുകളും ആരവങ്ങളും ഉയർന്ന സദസ്സിൽ മഹാപണ്ഡിതന്മാർ ചെന്ന് നിക്കാഹ് ചെയ്തു കൊടുത്തു പോരാണ്. സ്ത്രീധനത്തിന്റെ തുകയുടെ സംഖ്യ എത്രയെന്ന് ചോദിച്ച് അതിന്റെ കമ്മീഷനും വാങ്ങി പോരുമ്പോൾ ആർക്കും കല്യാണം ബഹിഷ്കരിക്കേണ്ട, ആരും പോകുന്നില്ല, ആരും പോകാതിരിക്കുന്നില്ല. സഹോദരങ്ങളെ, എന്നാൽ ഏത് കല്യാണമാണ് ബഹിഷ്കരിക്കുന്നത്? നമ്മളെ കല്യാണം ഒന്ന് സമാധാനപരമായി കുറച്ച് ആർഭാടങ്ങളും തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് അത്യാവശ്യം മാന്യമായ വേഷം ധരിച്ച സ്ത്രീകളും ആളുകളൊക്കെ പങ്കെടുക്കുന്ന, സ്ത്രീധനം ഒരൽപ്പം പോലും തൊടിയിക്കാത്ത പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമപ്രകാരമുള്ള കല്യാണങ്ങളെ ബഹിഷ്കരിക്കാൻ പരസ്യമായ ആഹ്വാനം. എവിടുന്ന്? പള്ളി മിമ്പറുന്ന ആഹ്വാനം, പള്ളി മിഹ്റാബെന്ന ആഹ്വാനം ഒരാളും ചോദിച്ചില്ല. അള്ളാഹുവിന്റെ നിയമങ്ങളെയും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെയും പൂർണ്ണമായി മനസ്സിലാക്കിയും പഠിച്ചും അത് പാലിച്ചും ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ പരമകാരുണികനായ നാഥ, ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ.
ഈ സത്യത്തിന്റെ വെളിച്ചവും ഖുർആന്റെ സന്ദേശവും എത്താത്ത ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഈ സത്യത്തിന്റെ കിരണം ഞങ്ങളാൽ ആവും വിധം എത്തിക്കുവാനുള്ള കരുത്തും ഈമാനും അറിവും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ രംഗത്ത് ഞങ്ങൾ നിർവഹിച്ച സർവ്വ പ്രവർത്തനങ്ങളെയും പൂർണ്ണ പ്രതിഫലത്തോടുകൂടെ പരമകാരുണികനായ തമ്പുരാനെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. ഈ രംഗത്ത് വിനിയോഗിക്കപ്പെട്ട പണത്തിനും അധ്വാനത്തിനും എല്ലാ ത്യാഗങ്ങൾക്കും ഇരട്ടി പ്രതിഫലത്തോടുകൂടി നീ അംഗീകരിക്കണമേ നാഥ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ